ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ടൊരു ഫയർ അലാം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിർമ്മിക്കാം എന്നതേക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബസർ ആവശ്യമാണ്. ഓക്കെ, അതായത് ബൈക്കിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാറില്ലേ. ഓക്കെ, അതുപോലെ ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ ക്ലിപ്പും. ഓക്കെ, അതുപോലെ ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടർ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഒരു LED ബൾബും അതുപോലെ 1K റെസിസ്റ്ററും. ഓക്കെ, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ആവശ്യം. ഓക്കെ, ഇതൊരു ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടറാണ്. ഓക്കെ, ഏകദേശം ഒരു 15 രൂപയുടെ അടുത്ത വില മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ കപ്പ് റിമൂവ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ സ്ക്രൂ ഡ്രൈവറോ ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുനയുള്ളൊരു ടൂളാണെങ്കിലും മതി. ഓക്കെ, എന്നിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്യാപ്പ് റിമൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിപ്പിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 2 കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഒരു കപ്പാസിറ്ററും പിന്നെ ഒരു ബൾബ് പോലത്തെ ഒരു സാധനം. ഓക്കെ, ഇതാണ് നമ്മൾ സെൻസറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗ്യാപ്പ് കാണാം അല്ലേ. ഓക്കെ, ബൾബിൻ്റെ അകത്ത്. ഓക്കെ, നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെറ്റൽ വന്നിട്ട് അകന്നു നിൽക്കുന്ന പീസുമായി മുട്ടുമ്പോഴാണ് ഇലക്ട്രിസിറ്റി പാസ്സാവുന്നത്. ഓക്കെ, അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ സെൻസറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഫയർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. ഓക്കെ, അതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കമ്പോണൻസ് എല്ലാം തന്നെ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിൽ പ്ലേസ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബസർ അതിനകത്ത് ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഈ ബസറെല്ലാം ഒരു 50 രൂപയുടെ അടുത്ത് വില മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററിയും ബാറ്ററിയുടെ ക്ലിപ്പും നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാറ്ററി ഒരു 20 രൂപയുടെ അടുത്ത് വില വരുന്നുള്ളൂ, ക്ലിപ്പ് ഒരു 5 രൂപയും. ഓക്കെ, നമ്മൾ ബസർ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ബാറ്ററി ഒട്ടിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വയറ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നീളമുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വയറ് നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതുപോലെ ഇവിടെ ഇത്രയും വയറ് ആവശ്യം വരാത്തത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എഡ്ജെല്ലാം ഇനി സ്ട്രിപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, കാരണം സോൾഡറിങ് ചെയ്യാനായിട്ടുണ്ട്. സോൾഡറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കാതെ ചെയ്യരുത്. അതുപോലെ ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സോൾഡറിങ് ചെയ്യാവൂ. അതുപോലെ കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളോട് പറയുക. ഓക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് റെഡ് വയർ രണ്ടും കൂടെ സോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, അതിനായിട്ട് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് സോൾഡർ ചെയ്യാം. ഓക്കെ,
ഇനിയാണ് നമ്മൾ നമ്മുടെ സെൻസർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സെൻസർ ഒരു സൈഡിലേക്ക് ഞാൻ ബെൻഡ് ചെയ്തു. എന്തിനാണെന്നാൽ പുറത്തേക്ക് നിൽക്കാനായിട്ടാണ് ഞാൻ ബെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ഇളകിപ്പോവാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഒന്ന് സീറ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് വെച്ച 2 ബ്ലാക്ക് വയറും ഇവിടെ നമുക്ക് സോൾഡർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു LED-യും ഒരു 1K റെസിസ്റ്ററും ആണ്. ഓക്കെ, ഞാൻ 3mm LED ആണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് കളർ. ഇനി നമുക്ക് ഇതുപോലെ സോൾഡർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അതിന് LED ബൾബിൻ്റെ ഏതെങ്കിലും ഒരു ലെഗ് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, 1K റെസിസ്റ്റർ എടുത്ത് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ലെഗ് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഈ LED-യിൽ എന്തിനാണ് നമ്മൾ റെസിസ്റ്റർ സെറ്റ് ചെയ്യുന്നതെന്നാൽ, അതായത് 9 വോൾട്ട് ബാറ്ററിയിലേക്ക് LED നേരിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വയ്ക്കുമ്പോൾ തന്നെ അടിച്ചു പോകും. ഓക്കെ, കാരണം 3 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ആണ്. ഓക്കെ, അതുകൊണ്ട് വോൾട്ട് കുറയ്ക്കാനായിട്ടാണ് റെസിസ്റ്റർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബസർ കണക്ട് ചെയ്തതിൻ്റെ എക്രോസ് ആയിട്ട് പാരലായിട്ട് സോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.